ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് എപ്പോഴും ഫസ്റ്റത്തെ റോയിൽ വരുന്നത് 1 എന്നുള്ള നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ എൻഡിങ്ങും എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, പിന്നെ അതിനകത്ത് ഇതിൻ്റെ സെൻറ്ററിലും അതുപോലെ തന്നെ വരുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്പറിൻ്റെ തൊട്ട് മുകളിലുള്ള രണ്ട് നമ്പേഴ്സ്, ഓക്കെ, മുകളിൽ ഉള്ള രണ്ട് റൈറ്റും ലെഫ്റ്റും സൈഡിലുള്ള നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടലായിരിക്കും തൊട്ട് താഴെ. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റത്തെ 1 എന്നാണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റത്തെ റോ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 1 എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഓക്കെ, അത് സെക്കൻഡ് റോ ആണല്ലോ. അപ്പോൾ അതിന് വന്നിട്ടുള്ള അതിൻ്റെ മുകളിൽ ഈ ഒരു പൊസിഷനിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ റൈറ്റ് സൈഡിൽ 1 ആണുള്ളത്. അപ്പോൾ 0 + 1 എന്ന് പറയുമ്പോൾ 1 ആണ് താഴെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്ന ടൈമിൽ രണ്ടാമത്തെ സൈഡിൽ വരുന്ന 1, അതും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 ഉണ്ട്, പക്ഷേ റൈറ്റ് സൈഡിൽ ഇല്ല. അപ്പോൾ 0, 1 + 0, അപ്പോൾ വീണ്ടും 1 തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്ന ടൈമിൽ ഇവിടെ ഇതിൽ പിന്നെ നിങ്ങൾക്കറിയാം താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ 2 എങ്ങനെയാണ് അവിടെ വന്നിട്ടുള്ളത്? 1 + 1, അതായത് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഇവിടെ ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു 1ഉം അതുപോലെ തന്നെ ഈ ഒരു 1ഉം, ഈ 2 എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ 1ഉം അതുപോലെ തന്നെ അതിൻ്റെ ഈ സൈഡിലുള്ള മുകളിലുള്ള 2 1, ഓക്കെ, ആ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ 2 കിട്ടുന്നത്. അത് നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 3 എങ്ങനെയാണ് വന്നത്. അതായത് ഈ 1നെയും അതുപോലെ തന്നെ 2ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് 3 വരുന്നത്. അതുപോലെ തന്നെ ഈ 3 കിട്ടുന്നത് ഈ ഒരു 2ഉം അതുപോലെ തന്നെ 1ഉം ആഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് താഴൊക്കെ ഈ ഒരു കേസിലൊക്കെ 1 + 3 കണ്ടോ 4 കിട്ടി. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് കണ്ടോ 3 + 3 6 കിട്ടി. ഇങ്ങനെയാണ് പാസ്കൽ ട്രയാങ്കിളിൻ്റെ ഒരു കേസ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻറ്റ് നമ്മൾ ഫസ്റ്റ് 1 ആയിരിക്കും ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നത്. പിന്നെ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. അതായത് i-j/j എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ഐൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്യും? ജെ കൊണ്ട് മൈനസ് ചെയ്യുക. എന്നിട്ട് അതിനെ ജെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതുപോലുള്ള വാല്യൂ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ റോ ആദ്യം നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് എഴുതുന്ന ടൈമിൽ ഞാൻ ഇത് സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഇതിൻ്റെ സ്പേസ് പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളതും അതുപോലെ തന്നെ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കാനുള്ള കോഡും ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് എഴുതാം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ റോയിൽ നമുക്ക് എത്ര വേണം? ഒരു ട്രയാങ്കിൾ ആകുമ്പോൾ 4 സ്പേസ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വേണം. നമുക്കറിയാലോ, ഇതുപോലുള്ള പാറ്റേൺ പ്രിൻറ്റിംഗ് ഒക്കെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തതാണ്. ഓക്കെ, അത് കാണാത്തവർ ജസ്റ്റ് നമ്മളെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം 4 സ്പേസ് വേണം. അപ്പോൾ പിന്നെ വരുന്നത് നമുക്ക് ഒറ്റൊന്നാണ് അവിടെ പ്രിൻറ്റ് ചെയ്യണം, 1 എന്ന് മാത്രമാണ് പ്രിൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഇനീഷ്യൽ വാല്യൂ 1 തന്നെയാണ് വരുന്നത്. ഇന്നർ ലൂപ്പ് എത്ര പ്രാവശ്യം നമുക്ക് വർക്ക് ചെയ്യേണ്ടുള്ളൂ? ഒരു തവണ, കാരണം ഒറ്റ നമ്പറേ നമുക്ക് അവിടെ പ്രിൻറ്റ് ചെയ്യിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ വരുന്നത് 1, കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 1 എന്ന് പറയും. 1 ഇൻറ്റു ഓക്കെ i-j എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ 1 ആണ്, അതുപോലെ തന്നെ ജെൻ്റെ വാല്യൂ 1 ആണ്. കാരണം രണ്ടും 1 വരെയാണ് അത് എന്ത് ചെയ്യുന്നുള്ളൂ? ലൂപ്പ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 1 -1/1. ഓക്കെ, ജെൻ്റെ വാല്യൂ വീണ്ടും 1 ആയതുകൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു നമ്മൾ. ഓക്കെ, 1 കൊണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എത്രയാണ്? അപ്ഡേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ ശരിക്കും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു ലൂപ്പിനകത്ത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് എന്ത് ചെയ്യും? ഒരു തവണ അത് വർക്ക് ചെയ്യും. നെക്സ്റ്റ് വരുന്ന ടൈമിലും ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ ഒരു ലൂപ്പിൻ്റെ വാല്യൂ അനുസരിച്ച് ജസ്റ്റ് ഇതിനകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിവിടെ 5 വരെ നിങ്ങൾക്ക് എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഇതിൽ പിന്നെ നെക്സ്റ്റ് കുറച്ച് ചേഞ്ചസ് കൂടി ഉണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടാൻ. കാരണം നിങ്ങൾ കാണുന്ന പോലെ സിമ്പിൾ അല്ല. കാരണം ഇതിനകത്ത് കണ്ടോ എത്ര സ്പേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്? നോർമലി നമ്മൾ ഒരു നമ്പേഴ്സിനകത്ത് പ്രിൻറ്റ് ചെയ്യുന്ന അത്രയും സ്പേസ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു സ്പെഷ്യലായിട്ട് ഒരു കീവേഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരിട്ട് പ്രോഗ്രാമിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഇൻ്റെ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ എന്ത് കൊടുക്കുകയാണ്? 5 വരെയാണ് നമുക്ക് ആദ്യം കാണാം. നമുക്ക് അതിൽ കൂടുതൽ എത്ര നമ്പർ കൊടുത്തു കഴിഞ്ഞാലും അതിന് സെയിം നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ചിട്ടുള്ള നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ,
അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഒരു ഫോർ ലൂപ്പ് വേണം. ഇവിടെ നമുക്ക് ഇൻറ്റ് ഐ അസൈൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഓക്കെ നമുക്ക് വേണമെങ്കിൽ മുകളിൽ ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഐൻ്റെ വാല്യൂ എന്ത് 1 എന്ന് പറഞ്ഞ് കൊടുത്ത് നെക്സ്റ്റ് വരുന്നത് ഐ ഏതുവരെ വേണം നമുക്ക്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെ വേണം. ഓക്കെ ടോട്ടൽ നമുക്ക് 5 അല്ലേ വേണ്ടത്. ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് കൊടുത്തു, അതിൻ്റെ വാല്യൂ പ്ലസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു ഫോർ ലൂപ്പ് വേണം. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്പേസ് മാത്രം പ്രിൻ്റ് ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു സ്പേസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ അപ്പോൾ ഇൻറ്റ് ജെ എന്ന് പറഞ്ഞ ഓക്കെ നമുക്ക് ജെ നമുക്ക് വേണ്ട യൂസ് ചെയ്യേണ്ട, സ്പേസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേരിയബിൾ നെയിം ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി. ഓക്കെ ഇത് ഞാൻ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതുവരെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് ഐ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ സ്പേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് ഐ. ഇപ്പോൾ n മൈനസ് ഐ എന്ന് കൊടുക്കുമ്പോൾ എത്ര വരിക, ഫസ്റ്റത്തെ കേസിൽ എന്താണ് 5 മൈനസ് ഐ എന്ന് പറയുമ്പോൾ 5 മൈനസ് 1. ഓക്കെ അതിൻ്റെ അർത്ഥം എന്താ 4. ഓക്കെ 4 വരെ പോയാൽ മതി. ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കണം. ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് ഐ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടൈമിൽ 4 സ്പേസ് നമുക്ക് പ്രിൻ്റ് ചെയ്യും, പിന്നെ എത്രയാ 3 സ്പേസ്, പിന്നെ 2 സ്പേസ്, പിന്നെ 1. ഓക്കെ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ സ്പേസ് ഓക്കെ സ്പേസ് ഇവിടെ പ്ലസ് ചെയ്യാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ബ്രാക്കറ്റ് ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം നമുക്ക് സ്പേസ് മാത്രമുള്ള പ്രിൻ്റ് ചെയ്യാം. ഇവിടെ സ്പേസ് പ്രിൻ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാം, ഒരു സ്റ്റാർ ഞാനിവിടെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർ ഒരു സ്പേസും കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇപ്പം നമുക്ക് എന്ത് വേണം, താഴോട്ട് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് എഫിൽ എന്ത് വേണം, ഒരു സ്ലാഷ് എന്നുകൂടി കൊടുക്കണം നമ്മൾ. ഓക്കെ സ്ലാഷ് n എന്നും കൂടി കൊടുത്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ ഇപ്പോൾ നമുക്ക് 4 3 2 1 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇവിടെ സ്പേസ് ആണ് വേണ്ടത്. ഓക്കെ ഞാനിത് സ്പേസ് കൊടുത്ത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ഇനി നമുക്ക് വേണ്ടതാണ് ഇൻറ്റ്. ഓക്കെ ഞാൻ ഒന്നുകൂടി സ്പേസ് കൊടുക്കുക. ഇൻറ്റ് കോഎഫിഷ്യൻ്റ് കാണണം നമുക്ക്. അപ്പോൾ COEF എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ. ഓക്കെ സിംപ്ലിസിറ്റി. നെക്സ്റ്റ് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫസ്റ്റ് കോഎഫിഷ്യൻ്റ് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഫോർ ലൂപ്പ്. ഓക്കെ ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്യുക, ഇൻറ്റ് ജെ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യാം. നമുക്ക് ജെ എന്ത് ചെയ്യുക, 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ജെ എത്ര വരെ വേണം നമുക്ക്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ വരെ. കാരണം നമുക്കറിയാലോ നമ്മൾ നോർമലി ഇത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നോക്കിയാൽ അറിയാം 1 അതുപോലെ തന്നെ 2 ഇവിടെ 2 എണ്ണമാണ് നമ്പേഴ്സാണ്, ഇവിടെ 3 നമ്പേഴ്സ്, പിന്നെ 4 പിന്നെ 5. ഈ ഒരു രീതിയിൽ ഇൻക്രിമെൻ്റ് ആവുന്ന രീതിയിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നല്ല സോറി ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവർക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജെ പ്ലസ് കൊടുത്ത് ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ലൂപ്പിൻ്റെ വർക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ ഇവിടെ ഐക്കണിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ കൂടി വാച്ച് ചെയ്താൽ ലൂപ്പിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ നെക്സ്റ്റ് ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം. ഇവിടെ പ്രിൻ്റ് എഫിനകത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഫസ്റ്റ് കോഎഫിഷ്യൻ്റ് പ്രിൻ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു കോഎഫിഷ്യൻ്റ് പ്രിൻ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് കൊടുക്കുക, പെർസെൻറ്റേജ് ഡി സ്മോൾ ലെറ്റർ. നെക്സ്റ്റ് എന്താ കൊടുക്കുക, നമ്മൾ ഒരു സ്പേസ് കോമ ഇട്ടിട്ട് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ ഇപ്പോൾ പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലേസ് ഹോൾഡർ ആണ്. പക്ഷെ അതിന് പകരം നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, അതന്നെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്പേഴ്സൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ പൊസിഷനും കറക്റ്റ് ആയിരിക്കില്ല. ഓക്കെ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു തവണ നമ്മൾ കോഎഫിഷ്യൻ്റ് പ്രിൻ്റ് ചെയ്തു, നെക്സ്റ്റ് തവണ വരുന്ന ടൈമിൽ എന്ത് ചെയ്യണം, കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത് ഞാൻ കോഎഫിഷ്യൻ്റ് അസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കണ്ട ഇക്വേഷനില്ലേ, കോഎഫിഷ്യൻ്റ് ഇൻറ്റു കൊടുക്കാൻ നമ്മൾ സ്റ്റാറാണ് കൊടുക്കുന്നത്, ഇൻറ്റു ഐ മൈനസ് ജെ. ഓക്കെ ഐ മൈനസ് ജെ. ഈ ഐൻ്റെയും ജെൻ്റെയും വാല്യൂസ് എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടേബിളിനകത്ത് നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല. ഐ മൈനസ് ജെ. ഓക്കെ ഇതിനകത്തായിരിക്കും എന്തുണ്ടാവുക, അപ്ഡേറ്റ് ചെയ്ത കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂസ്. ഓക്കെ നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ
അതുപോലെ ഈ മുകളിൽ പ്രിന്റ് എഫിൽ കൊടുത്തിട്ടുള്ളത് കറണ്ട് ഇപ്പം ഏതാണ് നമ്പർ കോഎഫിഷ്യൻറ്റിലുള്ളത് അത് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 1 അതുപോലെ തന്നെ 121 133 ഇത് നമുക്ക് കറക്റ്റ് നമ്മുടെ പാസ്കലിൻ്റെ നമ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കോഡൊക്കെ കണ്ടുപിടിച്ച് എഴുതിയാലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇത് പാസ്കൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പ്രിന്റിങ് ആയിട്ടില്ല. നോക്കൂ, നമ്പേഴ്സൊക്കെ കറക്റ്റാണ്. 12 121 ഓക്കെ 1331 14641 ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, കറക്റ്റായിട്ട് തന്നെയാണ് നമ്മളത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ എവിടെയാണ് ഇപ്പം മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത്? നമുക്ക് ഇതിനകത്തോട്ട് എങ്ങനെയാണ് സ്പേസ് കൊടുക്കാം? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് %4D എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇതെന്തിനാണ് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ താഴെയായിട്ട് അതിന് കൊടുത്തു വെച്ചിട്ടുണ്ട്. %D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ %D ഈസ് എ പ്ലേസ് ഹോൾഡർ ഫോർ ആൻ ഇൻറ്റീജർ വാല്യൂ. ഓക്കെ, ഒരു ഇൻറ്റീജർ വാല്യൂവിനെ എന്ത് ചെയ്യുക, അതിനിപ്പോൾ എന്താണ് പ്ലേസ് ഹോൾഡർ ആയിട്ടാണ് %Dനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ %4D എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് എ ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. ഇപ്പോൾ ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുന്നത് കൊണ്ടുള്ള എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇതിനെ റൈറ്റ് സൈഡിലോട്ട് ഇതിനെ അലൈൻ ചെയ്യും. അതുപോലെ തന്നെ ഇതിന് ലെഫ്റ്റ് സൈഡിൽ ഇതിനൊരു പാഡിങ്ങും കൊടുക്കും. ഓക്കെ, അപ്പോൾ എവിടെ ഉണ്ടാവും, ഒരു സ്പേസ് ഉണ്ടാവും അവിടെ. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ഇതിന് ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, സ്പേസും ഉണ്ട്, അതുപോലെ തന്നെ പാഡിങ് ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് ഇതിനെ അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് പാസ്കലിൻ്റെ രീതിയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു %4D എന്ന് പറയുന്ന 4നുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ %4 കൊടുത്ത് നമ്മൾ, അപ്പോൾ ഈ കോഎഫിഷ്യൻറ്റിലുള്ള വാല്യൂ 1, അതായത് 4നേക്കാൾ താഴെയാണെങ്കിൽ, അതായത് 4നേക്കാൾ താഴെയുള്ള 1 2 3 വരെയൊക്കെ ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ ആയിരിക്കും സ്പേസ് ഒക്കെ കിട്ടും നമുക്ക്. പക്ഷേ ഇത് 4ഓ അതിൽ കൂടുതലുള്ള എലമെൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് നോർമലി എങ്ങനെയാണോ ഡിഫോൾട്ടായിട്ട് സാധാരണ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഒന്ന് മാറ്റാം. നമുക്ക് കോഎഫിഷ്യൻറ്റ് 1 അല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളത്, 2 3 4 എന്ന് കൊടുത്ത് ഞാൻ ഒരു വലിയ നമ്പർ ആക്കി. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇതിനകത്ത് സ്പേസ് ഒന്നുമില്ല. ഓക്കെ, 1 2 3 4 അതുപോലെ തന്നെ ഇക്വേഷൻ അനുസരിച്ചൊക്കെ അത് റൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഡിഫോൾട്ട് രീതിയിൽ തന്നെ അത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് %4D. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഇക്വേഷനും അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് പല ഇൻ്റർവ്യൂസിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നതാണ്. ലീഡ് കോഡിലൊക്കെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിളും കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇനിയും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ആണ് ഇനി പഠിക്കാൻ താല്പര്യമുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.